നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിൽ ഒരു വൈറ്റൽ റോൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് നേഴ്സസ്. നമുക്കിവിടെ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്, ഒരു രജിസ്റ്റേർഡ് നേഴ്സ് അവർ ഈ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിൽ സ്ട്രക്ചറൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരായിരിക്കണം. അത്തരത്തിലുള്ളൊരു നേഴ്സ് ഏതൊക്കെ റോളുകൾ ആക്ട് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ മാനുവൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുണ്ടാവണം. ഹാൻഡ് ഹൈജീൻ എങ്ങനെ ചെയ്യേണ്ടത്, ട്രാൻസ്മിഷൻ റിലേറ്റഡ് പ്രിക്കോഷൻസ്, ഐസൊലേഷൻസ് എപ്പോഴൊക്കെയാണ് വേണ്ടുന്നത്. സോ നമുക്ക് പല കാര്യങ്ങളിലും സ്റ്റെറിലൈസേഷനിലും ഡിസിൻഫെക്ഷൻസിലും ഒക്കെ ഒരു ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ്റെ കാര്യത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ഓഫീസർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നേഴ്സിൻ്റെ റോള്. അതൊരു നേഴ്സ് അല്ല, നമ്മുടെ നമ്പർ ഓഫ് ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് മൾട്ടിപ്പിൾ പേഴ്സൺസ് ഉണ്ടാവണം. ചിലപ്പോൾ 250 ബെഡിനൊരു നേഴ്സോ 100 ബെഡിനൊരു നേഴ്സോ ഒക്കെ ആയിട്ട് നമുക്ക് നിശ്ചയപ്പെടുത്താം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇൻഫെക്ഷൻ സിവിയറിറ്റി അനുസരിച്ച്. സോ അത്തരത്തിൽ നമ്പർ ഓഫ് നേഴ്സസ് നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നേഴ്സസ് ആയിട്ടുണ്ടാവണം. അവരായിരിക്കണം ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ അവർക്ക് സപ്പോർട്ട് ടീം ലിങ്ക് നേഴ്സസ് ആയിട്ടുണ്ടാവണം. അത് ട്രെയിൻഡ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നേഴ്സസ് ആയിരിക്കണം ഈ സപ്പോർട്ട് ലിങ്ക് നേഴ്സസ് ആയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യേണ്ടത്. ഇവരൊക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പൻസ് ആയിരിക്കണം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിൽ ഓരോ ഏരിയയിലെയും. സോ നമ്മളുടെ നേഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അടുത്ത ഒബ്ജക്റ്റീവ് എലമെൻ്റായ കമ്മിറ്റ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് IPC 1H നമ്മൾ കാണുന്നത്. IPC 1H നമുക്ക് ദ ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽ ഹാസ് ഡെസിഗ്നേറ്റഡ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നേഴ്സസ് ആസ് പാർട്ട് ഓഫ് ദ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ടീം. അത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ആ നേഴ്സിൻ്റെ കൗണ്ട് ഒക്കെ നമ്മൾ വളരെ വ്യക്തമാണ്. ആ രീതിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാണോ, ഐസൊലേഷൻസ് തീരുമാനിക്കേണ്ടത്, ഇൻഫെക്ഷൻ സ്പെസിഫിക് ബണ്ടിൽസ്. സോ അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ അല്ലെ സ്റ്റാഫ് എഡ്യൂക്കേഷൻ, വിസിറ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ, നമുക്ക് ഹാൻഡ് ഹൈജീൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡോക്യുമെൻറ്റ്സ് അവിടെ ഡിസ്പ്ലേഡ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയാസിൽ അത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാഫിന് പേഷ്യൻസിന് എഡ്യൂക്കേഷൻ റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് നമുക്കൊരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ നേഴ്സ് അവിടെ ഉണ്ടാകണം. നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാനും മുറിവ് വെച്ച് കെട്ടാനും നടക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇത്തരത്തിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ നേഴ്സിന് അവരുടെ ട്രെയിനിങ്ങിനെ ബേസ് ചെയ്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് കൊടുക്കുക. അവർക്ക് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അവരുടെ റിപ്പോർട്ടുകളെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇതാണ് IPC 1H.